ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കണ്ടു കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ നിങ്ങൾ യൂസ് ചെയ്യുന്ന രീതി തന്നെ മൊത്തത്തിൽ മാറും. ഒന്നാമത്തത്, നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങളൊരു ഫോട്ടോസോ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഷെയർ ബട്ടൺ അമർത്തുന്ന സമയത്ത് താഴെ കുറേ ആപ്പുകളിലേക്ക് ഡയറക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ ഏതെങ്കിലും കോൺടാക്റ്റിലേക്ക് അയക്കാനായിട്ട് വരും. ഈ സമയത്ത് പൊതുവേ നമുക്ക് മോറ് കൊടുത്തിട്ട് 2-3 സെക്ഷൻ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇഷ്ടമുള്ള ആപ്പ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിനൊരു വഴിയുണ്ട്. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഫോട്ടോസ് കൂടുതലും ഷെയർ ചെയ്യുന്നത് സ്നാപ്സീഡിലേക്കാണ്. അതിനകത്ത് ഞാൻ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ സ്നാപ്സീഡ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ ഹോൾ പ്രസ് ചെയ്യുന്ന സമയത്ത് പിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്പിനെ നിങ്ങൾക്ക് താഴെ പിൻ ചെയ്ത് വെക്കാം. ഷെയർ ബട്ടൺ കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്പുകളെല്ലാം ആദ്യം തന്നെ വന്നോളും. അപ്പോൾ നിങ്ങൾ ഓരോ സെക്ഷനായിട്ട് സ്ക്രോൾ ചെയ്ത് സമയം കളയണ്ട. നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ഒരു ഭാഗം വായിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ഫോട്ടോ തന്നെ നിങ്ങൾക്ക് സൂം ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൂം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫോണിൽ മാഗ്നിഫൈയിങ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം മാഗ്നിഫൈയിങ് ഓൺ ആക്കുക. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എങ്ങനെ മാഗ്നിഫൈ ചെയ്യണമെന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ട്രിപ്പിൾ ടാപ്പ് കൊടുക്കുക. എന്നിട്ട് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനിൽ സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുക, സൂം ചെയ്ത് കിട്ടും. പെർഫെക്റ്റാണ്. ഫോണിനെ നോക്കിയിട്ട് നിങ്ങളുടെ വാ പൊളിച്ചുകൊണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും അല്ലെങ്കിൽ ഫോണിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് അറിയാമോ? ജസ്റ്റ് നിങ്ങളുടെ സെറ്റിംഗ്സിലേക്ക് പോവുക. സെറ്റിംഗ്സിലേക്ക് പോയതിന് ശേഷം സ്വിച്ച് ആക്സസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് സെർച്ച് ചെയ്യുക. സ്വിച്ച് ആക്സസ് എടുത്തതിന് ശേഷം ക്യാമറ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ക്യാമറ സ്വിച്ച് എടുത്തതിന് ശേഷം നിങ്ങൾ ആദ്യം നിങ്ങളുടെ വാ ഇങ്ങനെ തുറന്നൊക്കെ കാണിച്ച് ഒന്ന് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എനേബിൾ ചെയ്യാൻ പറ്റും എന്ത് ഫംഗ്ഷനാണ് ചെയ്യാനുള്ളത് എന്നുള്ളത്. ഇപ്പോൾ വാ തുറക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ഡ്രാഗ് ആവണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. ബാക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബാക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ആ ഫോണിനെ നോക്കി വാ പൊളിച്ച് കാണിക്കുക, എന്നിട്ട് ചിരിച്ച് കാണിക്കുക. ഓരോ ജസ്റ്റർ വൈസ് നിങ്ങളുടെ ഫോണിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ കുറച്ച് ആൻഡ്രോയിഡ് ട്രിക്കുകൾ. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുകൊടുത്തായിരിക്കും.